രാജേഷ് പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. വേങ്ങേരി മേൽപ്പാലം അനൌദ്യോഗികമായി ജനങ്ങൾക്ക് തുറന്നു നൽകുന്നു. 1.5 വർഷക്കാലത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ പാലം ഭാഗികമായി തുറന്നു നൽകുന്നതോടെ നടപ്പാകുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് പെരുവയൽ മദ്രസ പാടത്ത് തെരുവ് നായ ആക്രമണം. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മണിയോടെയായിരുന്നു സംഭവം. പെരുവയൽ കൊണാറമ്പിലെ മദ്രസപ്പാടം ഭാഗത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മണിയോടെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഒരു കുട്ടിയുൾപ്പെടെ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലും വീടുകളുടെ മുറ്റത്തുമായി നിന്നവർക്ക് നേരെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. മുക്കം ആനയാങ്കുന്ന് സ്വദേശി സുബൈദ, പെരുവയൽ മദ്രസപ്പാടം സ്വദേശികളായ ഹുസൈൻ, മുജാഹിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേർക്കും കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ബഹളം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും 3 രക്ഷിച്ചത്. പരിക്കേറ്റ 3 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുന്ന് ഒരു കുട്ടീനെ കടിച്ച്, അവിടുന്ന് വീട്ടിൽ കയറി ഒരു അമ്മനെ കടിച്ച്, അവിടുന്ന് പിന്നെ മദ്രസ ഗ്രൗണ്ടിലേക്ക് ഓടി വന്ന് അവിടുന്ന് ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ കടിച്ച്. എല്ലാവർക്കും നല്ല ഗുരുതരമായ പരിക്കാണുള്ളത്. ഒരു ആടിനെ ഒരു വീട്ടിൽ കയറി കടിച്ച്. ആ കൂട്ടത്തിൽ നായനെ ഓടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. ആ നായ പിന്നെ അവിടുന്ന് കയറിയിട്ട് മാവൂർ ഭാഗത്തേക്കാണ് ഓടിപ്പോയത്, അങ്ങാടിയിലേക്ക്. ഇത് പെരുവയലിന് കേക്കോട്ട്. പൊതുവെ ഒരുപാട് നായ്ക്കളുള്ള സ്ഥലം. ഇവിടെ കുട്ടിക്ക് റോഡും ഈ ഗ്രൗണ്ടിലേക്ക് വരാനോ നടക്കാനോ ഒന്നും പറ്റൂല. മദ്രസ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നഴ്സറിയിലേക്ക് പോകുന്ന മക്കളൊക്കെ പല പ്രാവശ്യമായിട്ട് കുട്ടികളെ കടിച്ചിട്ടുണ്ട്. ഓടിക്കുക, ഭയങ്കര ശല്യമാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചു. കടിയേറ്റ വളർത്തുമൃഗങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കി. മദ്രസപ്പാടം ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. തെരുവുനായയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാവൂർ.